ഇപ്പോൾ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ജോഷിൻ ജോയ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോഷിൻ ജോയ്, വലിയൊരു അപകടമാണ് സംഭവിച്ചത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റിനെ സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ മികച്ച സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പറയാൻ പാകത്തിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. അതിലെങ്ങനെ അപകടം സംഭവിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും അന്വേഷണം പോകേണ്ടതും. ഹലോ, കേൾക്കാമോ? കേൾക്കാം. മധുസ്വാമി, ഞാൻ ജോഷനാണ്. വളരെ ഒരു നിരാശകരമായ ഒരു ന്യൂസാണ് രാവിലെ നാട്ടിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത്. എയർ ഇന്ത്യയുടെ ബോയിങ് 777 ഡ്രീം ലൈനർ എയർക്രാഫ്റ്റിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അത് ഒരു പറഞ്ഞതുപോലെ നല്ലൊരു അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് ആണ്. പുതിയൊരു മോസ്റ്റ് മോഡേൺ എയർക്രാഫ്റ്റ് എന്ന് പറയാം. ആ ഒരു എയർക്രാഫ്റ്റ് ആണത് ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ. അതിന്റെ അപകട സാധ്യത വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു വളരെ വളരെ റെയറായിട്ടാണ് അതിന്റെ അപകടം സംഭവിച്ചിട്ടുള്ളത്. നല്ല അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് ആണത്. രാവിലെ പല വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് അതിലുണ്ടായ ഹൈഡ്രോളിക് തകരാറ് മൂലമാണെന്നാണ് ഒരു പ്രാഥമിക നിഗമനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഹൈഡ്രോളിക് തകരാർ എന്ന് പറയുമ്പോൾ അത് പറന്നുയരുന്നത്, അതായത് ലണ്ടനിലേക്ക് ഇത്രയും ദൂരം പോകുന്ന ഒരു വിമാനമാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തകരാറ് സംഭവിക്കാനുള്ള സാധ്യത നടന്നത്? അതുകൊണ്ട് അങ്ങ് മനസ്സിലാക്കുന്നത് എന്താണ് വ്യക്തമാക്കുന്നത്? യൂഷ്വലി ലൈൻ മെയിൻ്റനൻസിൽ ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ഹൈഡ്രോളിക്സ് ചെക്ക് ചെയ്യും. യൂഷ്വലി ഞങ്ങൾ ചെക്ക് ചെയ്യുന്നത് ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്യുമ്പം ഹൈഡ്രോളിക്സിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കും. പ്രൈമറി ഫ്ലൈറ്റ് കൺട്രോളും ലാൻഡിംഗ് ഗിയർ അങ്ങനെയുള്ള ഹൈഡ്രോളിക് സംവിധാനത്തിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കും. അതൊന്നും കണ്ടുപിടിച്ചില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടാമത് നോക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ ഹൈഡ്രോളിക്സ് ലെവൽ നോക്കിയിട്ട് ആണ് ഞങ്ങൾ എയർക്രാഫ്റ്റ് ആക്ച്വലി സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം പക്ഷെ ഞങ്ങൾ ഈ ഹൈഡ്രോളിക്സിന്റെ ഒരു എക്യുപ്മെന്റും ഒരു പാർട്സും ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് നോക്കത്തില്ല. അൺലെസ് ഫ്ലൈറ്റ് ക്രൂ എന്തെങ്കിലും ലോഗ് ബുക്കിനകത്ത് എഴുതിയിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതൊന്നും ചെക്ക് ചെയ്ത് നോക്കുന്നില്ല. പക്ഷേ ഫിസിക്കലായിട്ടുള്ള ലീക്കും എന്തെങ്കിലും അത് ഹൈഡ്രോളിക്സിന്റെ ലെവൽ മാത്രമേ നോക്കത്തുള്ളൂ. പിന്നെ അതുകൂടാതെ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫിന് മുമ്പ് ഫ്ലൈറ്റ് ക്രൂ ആണ് ഈ പ്രൈമറി ഫ്ലൈറ്റ് കൺട്രോളും സെക്കൻഡറി എല്ലാം അവരാണ് ഓപ്പറേറ്റ് ചെയ്ത് നോക്കുന്നത്. ചിലപ്പോൾ അതിനു മുമ്പ് ഇവർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും കാണാൻ സാധ്യത കുറവായിരിക്കും. പക്ഷേ അതിനുശേഷമാണ് ഇങ്ങനൊരു സാധ്യത ഉണ്ടാവാൻ കാരണമായത്. അത് പൂർണ്ണമായിട്ട് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രീവിയസ് മെയിൻ്റനൻസ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാലേ അതിനകത്തൊരു പൂർണ്ണ നിഗമനത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം മുമ്പ് എന്തെങ്കിലും പാർട്സുകൾ ഹൈഡ്രോളിക്സിന് റിലേറ്റഡ് പാർട്സുകൾ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ലീക്കും അങ്ങനെയുള്ള കാര്യത്തിനകത്ത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്തെങ്കിലും ലീക്കോ കാരണങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ട് ഗ്രൗണ്ടിൽ കാണാം ഹൈഡ്രോളിക്സ് ലീക്കോ അങ്ങനെയെങ്കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ തന്നെയല്ല ക്വാണ്ടിറ്റി വളരെ ലോ ആയിരിക്കും ഹൈഡ്രോളിക്സിന്റെ ക്വാണ്ടിറ്റി. അല്ലാതെ ഈ ഫ്ലൈറ്റിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രീം ലൈനറെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടു അഡ്വാൻസ് ആണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കലി വർക്കാക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് ഈ ഡ്രീം ലൈനർ. അപ്പം മോസ്റ്റ് പ്രോബബ്ലി ഇത് ഫെയിൽ ആവാൻ കാരണം ഹൈഡ്രോളിക്സ് പ്ലസ് ഇലക്ട്രിക്കൽ, ഇത് രണ്ടിലും ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഒരു മൈനർ പാർട്ട് വഴി ഹൈഡ്രോളിക്സ് ഫെയിൽ ആവാനുള്ള വിമാനത്തിന്റെ ചിറകുകളായിരിക്കുന്ന അവസ്ഥയെ പറ്റി ഇതിൽ പല വിദഗ്ധരും അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ ചിറകുകൾ, അതായത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇത് ആയിരിക്കുന്ന അവസ്ഥ, അങ്ങനെ എന്തെങ്കിലും ഈ കാണുമ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായോ ലാൻഡിംഗ് ഗിയറുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ലാൻഡിംഗ് ഗിയറും പല വീഡിയോയിലും ന്യൂസുകളും രാവിലെ കാണാനിടയായി. പക്ഷെ ഇതിനകത്ത് എഞ്ചിനും ലാൻഡിംഗ് ഗിയറുമായിട്ട് യാതൊരു ബന്ധമില്ല. ആ വീഡിയോ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും പ്രൈമറി ഫ്ലൈറ്റ് കൺട്രോൾ ആയിട്ടുള്ള എലിവേറ്റർ ഏറ്റവും ബാക്കിലത്തെ APUവിന്റെ അവിടെയുള്ള എലിവേറ്റർ അത് സ്ട്രെയിറ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത് ആ ടേക്ക് ഓഫിന്റെ സമയത്ത്. അത് മൂവ് ആവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ വളരെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പുള്ളി മുകളിലോട്ട് പൊക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫ്ലൈറ്റിന്റെ കൺട്രോൾ പോയി താപ്പോട്ട് വരികയാണ് ചെയ്യുന്നത്. ഈവൻ എഞ്ചിൻ ഫെയിൽ ആവുകയാണെങ്കിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ലാൻഡിംഗ് ഗിയറുമായിട്ട് ഇതിനകത്ത് ബന്ധമില്ല, അത് ഉറപ്പാണ്. എഞ്ചിൻ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി എന്തെങ്കിലും ഇങ്ങനെ ഒരു രീതിയിൽ ഒറ്റയടിക്ക് താഴോട്ട് പോകത്തില്ല. എഞ്ചിൻ സ്റ്റാൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ടേക്ക് ഓഫിന് മുമ്പ്. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ടേക്ക് ഓഫ് അപ്ലോഡ് ചെയ്തേ ഉള്ളൂ, ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇത് ഓൾറെഡി ടേക്ക് ഓഫ് ആയി. പക്ഷെ പുള്ളി ലിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ക്ലൈംബിന് നോക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എലിവേറ്റർ വർക്കാവും, താഴോട്ട് പതിക്കുകയാണ് ആ വീഡിയോക്കകത്ത് കാണാൻ പറ്റുന്നത്. താങ്കൾ ഈ പറഞ്ഞ സാധ്യതകളെല്ലാം ഈ സെക്കൻഡ്സ് കൊണ്ട് അപകടം സംഭവിക്കാൻ പാകത്തിനുള്ളതാണോ? കാരണം 30 സെക്കൻഡ് ആയപ്പോഴത്തേക്കും എല്ലാം കഴിയുന്നു, ആ ഒരു അവസ്ഥയാണ്. ATCയിലേക്ക് ഒരു കോൾ വന്ന് അവിടുന്ന് മെഡേ കോൾ അതിനൊരു റെസ്പോൺസ് കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല. ഈ സാധ്യതകളെല്ലാം ഇത്ര പെട്ടെന്ന് വലിയ രീതിയിൽ വ്യാപ്തി ഉണ്ടാക്കുന്നവയാണോ? കാരണം എയർക്രാഫ്റ്റിന്റെ ടേക്ക് ഓഫ് ലാൻഡിങ്ങിനുമാണ് ഏറ്റവും നിർണായകമായ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്.
ആ സമയത്ത് ഹൈഡ്രോളിക്സും ഇലക്ട്രിക്കലും എല്ലാം ഫുള്ളായിട്ട് വർക്ക് ചെയ്യാണ് ഈ ലാൻഡിങ്ങിന്റെ സമയത്തും ടേക്ക് ഓഫിന്റെ സമയത്തും. അപ്പം പെട്ടെന്നൊരു ഫെയിൽ ആയതാണ്. പുള്ളിക്ക് ഒന്നിനും ഒരു ഡിസിഷൻ എടുക്കാനുള്ള സമയം അവിടെ കൊണ്ട് കിട്ടുന്നില്ല. കാരണം എയർക്രാഫ്റ്റ് ഫുൾ പവറിൽ ടേക്ക് ഓഫ് ആവുകയാണ്. ടാഗുവെന്ന് പറയും. ആ ഒരു ഫുൾ പവറിൽ ടേക്ക് ഓഫ് ആവുന്ന എയർക്രാഫ്റ്റിനകത്ത് ഒരു ഹൈഡ്രോളിക്സ് ഫെയിൽ ആയി കഴിഞ്ഞാൽ പുള്ളി ഒരു നിസ്സഹായനാണ്. പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അന്നേരം ചെയ്യാൻ പറ്റുന്ന മെയ്ഡേ എന്ന് പറയുന്നൊരു കോൾ വിളിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എവിടെയാണോ ലാൻഡ് ചെയ്യുന്നത് പുള്ളി നേരെ താഴോട്ട് പോകും. അത് പിന്നെ കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം പലരും പറയുന്നുണ്ട് വെയിറ്റ് ആൻഡ് ബാലൻസിനകത്ത് പ്രശ്നം ഉണ്ടാവുകയാണ്. വെയിറ്റ് ആൻഡ് ബാലൻസ് ഇപ്പോഴത്തെ ഈ അഡ്വാൻസ് കാലഘട്ടത്തിൽ വെയിറ്റ് ആൻഡ് ബാലൻസ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇൻ കേസ് വെയിറ്റ് ആൻഡ് ബാലൻസിന് അതൊരു പ്രശ്നം ഉണ്ടാവുകയാണ്, എയർക്രാഫ്റ്റിനകത്ത് എന്തെങ്കിലും ഷെയ്ക്കോ കാരണങ്ങളോ എന്തെങ്കിലുമൊക്കെ വരും. ഈവൻ എഞ്ചിൻ ഫെയിലർ ആണെങ്കിൽ പോലും എയർക്രാഫ്റ്റ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത്ര സമയം എടുക്കത്തില്ല. ഇത് ആ വീഡിയോ നോക്കുവാണെങ്കിൽ കാണാം, പുള്ളി ക്ലൈംബ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ പോകാതെ നേരെ താപ്പോട്ട് ഒരു ചലനവും ഇല്ലാതെ നേരെ താപ്പോട്ട് വരികയാണ്. അതിന്റെ അർത്ഥം പുള്ളിക്ക് ആ പ്രൈമറി ഫ്ലൈറ്റ് കൺട്രോൾ എന്ന് പറയും, ആ സിസ്റ്റങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു സംഭവം. ബേസിക് വിലയിരുത്തൽ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ഹിസ്റ്ററി നോക്കണം, ലോഗ് ബുക്കുകൾ നോക്കണം, അതിനകത്ത് എന്തൊക്കെ പാർട്സുകൾ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സുകൾ മാറി നോക്കണം, അത് ഏതെങ്കിലും സൈൻ ചെയ്ത് നോക്കണം. പിന്നെ അതിനായിട്ട് റിലേറ്റഡ് ചെയ്ത് എന്തെങ്കിലുമുള്ള വിഷയമാണെന്ന് നോക്കണം. കാരണം ഈ ഡ്രീം ലൈനർ ഞാൻ നേരത്തെ പറഞ്ഞത് ടു അഡ്വാൻസ് ആണ്. ഇപ്പം ഫ്ലൈറ്റ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ പോലും ഫ്ലൈറ്റ് അലോ ചെയ്യത്തില്ല. ഈവൻ എഞ്ചിനീയേഴ്സ് ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ പോലും ഫ്ലൈറ്റ് അലോ ചെയ്യത്തില്ല. കാരണം ആ ഒരു സ്റ്റാർട്ട് മെസ്സേജോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത് ഇറേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ഫ്ലൈറ്റ് ആണ് ഡ്രീം ലൈനർ. പെട്ടെന്നുണ്ടായ ഒരു ഹൈഡ്രോളിക് ഫെയിലർ ആയിരിക്കും അത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ പാർട്സിനെ സംബന്ധിച്ച് അതിപ്പോൾ ഇതിന്റെ തന്നെ ഈ ഒരു വിമാനത്തിന്റെ തന്നെ എൻജിൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ താങ്കൾ പലതും സൂചിപ്പിച്ചു പോയി, എന്നാലും അതിന്റെ എൻജിനെ മാത്രം സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഒന്നുകൂടി വരുത്താമോ? എഞ്ചിനെ സംബന്ധിച്ച് എഞ്ചിനെ സംബന്ധിച്ച് രണ്ട് എഞ്ചിൻ ഒരിക്കലും ഒരുമിച്ച് ഫെയിൽ ആവത്തില്ല. ഇപ്പൊ ഒരു എഞ്ചിൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് മറ്റേ ഒരു എഞ്ചിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ ചില വേരിയേഷൻ, അതായത് ഒരു ഷെയ്ക്കോ കാര്യങ്ങളോ അതൊക്കെ ഉണ്ടാവും. പക്ഷെ ആ വീഡിയോയ്ക്കകത്ത് ആ കണ്ട വീഡിയോ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാതാണ് ആ ഫ്ലൈറ്റ് നേരെ താപ്പോട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഫ്ലൈറ്റ് കൺട്രോളിനകത്ത് ഉണ്ടായ എന്തോ ഒരു തകരാറാണ്. തന്നെയല്ല എഞ്ചിനകത്തൊരു സ്പാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലത്ത് വീണതിന് ശേഷമാണ് അവിടെ തീ കത്തിയേക്കുന്നത്. അപ്പം എഞ്ചിനെ റിലേറ്റഡ് ആയിട്ട് വരാൻ വഴിയില്ല ആക്ച്വലി. തന്നെയല്ല ഞാൻ പറഞ്ഞതിന്റെ തൊട്ട് രണ്ട് എഞ്ചിനും ഒരിക്കലും ഇപ്പൊ ഒരു പക്ഷി ഇടിക്കുകയോ ചെയ്യുവാണെങ്കിൽ രണ്ടിടത്ത് ഒരുമിച്ചിരിക്കാൻ സാധ്യത കുറവാണ്. ഇൻ കേസ് പക്ഷി ഇടിച്ചാൽ പോലും പെട്ടെന്ന് താഴോട്ട് വരത്തില്ല. ആ ക്ലൈംബ് ചെയ്യുന്നൊരു സമയമാണ്, ടേക്ക് ഓഫിന്റെ സമയമാണ്. പിന്നെ മുകളിലോട്ട് പാനെ ഫ്ലൈറ്റ് ശ്രമിക്കത്തുള്ളൂ. മുകളിൽ പോയി എന്തെങ്കിലും സ്പാർക്ക് വല്ലതും പൊട്ടിത്തെറിക്കുക ചെയ്തതുള്ളൂ. ഇത് നേരെ താഴോട്ടാണ് വന്നത്, ആ ബിൽഡിങ്ങിന്റെ പുറത്തോട്ടാണ് വന്നത്. അതിന്റെ അർത്ഥം ഫ്ലൈറ്റ് കൺട്രോൾ ഫെയിലായി, പ്രൈമറി ഫ്ലൈറ്റ് കൺട്രോൾ ഫെയിലായി. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ ജിഷിൻ ജോയ്, ഞങ്ങളുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കിയതിന്.